നമസ്കാരം. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 2025 തിരുവുത്സവം ഫെബ്രുവരി 27 മുതൽ മാർച്ച് 8 വരെ നടക്കുകയാണ്. ഫെബ്രുവരി 27 രാവിലെ 10:40-ന് 11:05-ന് മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ നമുക്ക് തൃക്കൊടിയേറ്റ് നടക്കുന്നതാണ്. അന്നേ ദിവസം വൈകിട്ട് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഗീത അർച്ചന ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം നമുക്ക് ഒരു 5 മണിക്ക് മെഗാ തിരുവാതിര, 1000-ലധികം പേര് പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരയുണ്ട്. പിറ്റേ ദിവസം 28-ാം തീയതിയാണ്. 28-ാം തീയതി രാവിലെ പേരൂർ സുരേഷിന്റെ മേളം, വൈകിട്ട് കലാമണ്ഡലം വിനയൻ അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം തുടങ്ങി അന്ന് മുതൽ 3-ാം ഉത്സവം, 4-ാം ഉത്സവം മുതൽ 10-ാം ഉത്സവം വരെ അതിവിപുലമായ പരിപാടികളാണ് നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൽ പ്രാവശ്യം 2025 തിരുവുത്സവത്തിനോടനുബന്ധിച്ച് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള മേളപ്രമാണിമാരായിട്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരാർ, ചേരനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ, പെരുവനം സതീശന്മാരാർ, പെരുവനം പ്രകാശന്മാരാർ, പെരുവനം കുട്ടന്മാരാർ, പത്മശ്രീ ജയറാം, പത്മശ്രീ ശങ്കരൻകുട്ടിമാരാർ എന്നിവർ ഒത്തുചേരുന്ന അല്ലെങ്കിൽ എന്നിവരെല്ലാവരും പങ്കെടുക്കുന്ന മേളങ്ങൾ ഈ വക ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ട്. പഞ്ചവാദ്യ പ്രമാണിമാരായിട്ടുള്ള കലാമണ്ഡല വിനയൻ, കലാമണ്ഡലം പ്രദീപ്, നമുക്ക് ചെർപ്പുളശ്ശേരി ശിവനാശാൻ, കൊങ്ങാട് മധുവാശാൻ, ഉദയനാപുരം ഹരി തുടങ്ങി പ്രമുഖരായിട്ടുള്ള ചോറ്റാനിക്കര വിജയന്മാരാർ തുടങ്ങിയ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇപ്രാവശ്യത്തെ ഉത്സവത്തിൽ നമ്മുടെ പഞ്ചവാദ്യ പ്രമാണിമാരായിട്ട് എത്തിച്ചേരുന്നു. ലോകപ്രശസ്തരായിട്ടുള്ള നമ്മുടെ ശ്രീലങ്കൻ നാദസ്വരത്തിന്റെ ഉടമ ബാലമുരുകൻ അവർ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് നമുക്കിടെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ ഏറ്റവും ഇതിൽ പ്രമുഖമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കേരളത്തിന്റെ വാനമ്പാടിയായ ശ്രീമതി KS ചിത്ര ചേച്ചി നമുക്ക് 9-ാം ഉത്സവത്തിന്, അതായത് മാർച്ച് 7-ന് രാത്രി നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സംഗീതാർച്ചന നടത്തുവാൻ, ചിത്രാ പൗർണമി എന്ന പേരിലുള്ള ഒരു പ്രോഗ്രാം നടത്തുവാൻ എത്തിച്ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം. അന്നേ ദിവസം തന്നെ നമ്മുടെ ഈ ഏറ്റുമാനൂരപ്പന്റെ മണ്ണിൽ എത്തിച്ചേരുന്ന ചിത്ര ചേച്ചിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർ ചേർന്ന് നമ്മുടെ മെമ്പറുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട വാസവൻ സാർ ചിത്ര ചേച്ചിക്ക് ഒരു സ്നേഹാദരവ് നൽകുന്നതാണ്. തുടർന്ന് 10-ാം ഉത്സവത്തിന്റെ ആറാട്ട്, നമ്മളിവിടെ ആറാട്ട് ഘോഷയാത്ര ഇപ്രാവശ്യം നമ്മളൊരു 4 മണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന രീതിയിൽ വനം വകുപ്പിന്റെയും നമ്മുടെ കോടതിയുടെയും നിയന്ത്രണങ്ങൾ പുറപ്പെടുവിക്കുന്ന നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാ സമയത്ത് ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് ആറാട്ട് ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ 8-ാം ഉത്സവത്തിന് ആശാശരത്ത് പങ്കെടുക്കുന്ന നമ്മുടെ നൃത്യങ്ങളും ഇപ്രാവശ്യമുണ്ട്. ഇതിനൊക്കെ പുറമെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം, തൃശ്ശൂർ പൂരത്തിനും നെന്മാറ വേല, ഉത്രാളിക്കാവ് പൂരം എന്നിവിടങ്ങളിൽ മാത്രം നമ്മൾ കണ്ടുവരാറുള്ള വൈദ്യുതാലങ്കാരത്തോടു കൂടിയുള്ള പൂരപ്പന്ത്, അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പ്രധാനമായും നമ്മുടെ അലങ്കാരങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്ഷേത്രത്തിന് വെളിയിൽ കല്യാണ മണ്ഡപത്തിന് മുൻവശത്തായി തൃശ്ശൂരിൽ തന്നെയുള്ള ആരാധന പന്തൽസ് ആൻഡ് ഈവൻസ് അവരാണ് ഈ പന്തൽ നമുക്ക് ഇപ്രാവശ്യം നിർമ്മിച്ച് നമുക്ക് നൽകുന്നത്. സ്പോൺസർമാരെ കണ്ടെത്തിയാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നിട്ട് പോലും നമ്മൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഇപ്രാവശ്യം അവർ വന്ന് ചെയ്തു തരാം എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഭാഗമായി നമ്മുടെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. 1-ാം ഉത്സവ ദിവസം വൈകിട്ട് 6 മണിക്ക് നമ്മൾ അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് 10 ദിവസവും രാത്രി 6 മണി മുതൽ 10 മണി വരെ ഈ വൈദ്യുത അലങ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ കേരളത്തിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആനകൾ, ഗജവീരന്മാർ നമ്മുടെ ഉത്സവത്തിന് ഏറ്റുമാനൂരപ്പന്റെ തിടമ്പെടുക്കുവാൻ ഇപ്രാവശ്യം നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. 7 പൊന്നാന ദിവസം നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ ആനയായ പുതുപ്പള്ളി കേശവൻ, പള്ളിവേട്ട ദിവസം ഏറ്റവും വലിയ ഗജവീരനായ ഭീമൻ ഗുരുവായൂർ നന്ദനും, ആറാട്ട് ദിവസം ചാലിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് പാമ്പാടി രാജനും നമുക്ക് എത്തിച്ചേരുന്നു. ഇതിന് പുറമെ നമ്മുടെ എല്ലാ വർഷവും നമ്മളെ ഇവിടെ നിന്ന് കിടമ്പ് നമ്മുടെ ചൈത്രം അച്ചു ആറാട്ട് ഘോഷയാത്രയ്ക്ക് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുകയും തിരിച്ച് ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് ചാലിക്കൽ വരെ പല്ലാട്ട് ബ്രഹ്മദത്തിനും പ്രാവശ്യം തിടമെടുക്കുന്നതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രമുഖരായിട്ടുള്ള എല്ലാ ഗജവീരന്മാരും മേളപ്രമാണിമാരും പഞ്ചവാദ്യ കുലപതികളും നാദസ്വര ചക്രവർത്തികളും സംഗീതത്തിന്റെ വാനമ്പാടിയായ KS ചിത്ര ചേച്ചിയും ആശാശരത്തും പൂരപ്പന്തലും എല്ലാം ഉൾപ്പെടുന്ന അതിവിപുലമായ ഒരു ഏറ്റുമാനൂരപ്പ ഭക്തനും അഭിമാനത്തോടു കൂടി എന്റെ ഉത്സവമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു അതിവിപുലമായ ഒരു ഉത്സവമാണ് ഇപ്രാവശ്യം നടക്കുന്നത്.